പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഇന്നലെ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 84-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്ന് എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആന്തരികമായ ഒരു മോഹം. ഹല്ലേലൂയ. ആ മോഹിച്ചു പോകുന്നെന്ന് പറയുമ്പോൾ മോഹാലസ്യപ്പെട്ടു പോകുന്നു എന്നാണ് ചില പരിഭാഷകളിൽ കാണുന്നത്. അപ്പം ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുന്നതിനും സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിലുണ്ടായ ഈ ആഗ്രഹം പോലെ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉദിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടനഷ്ട സങ്കട ദുഃഖവേളകളുടെ നടുവിൽ നമുക്കൊരാശ്വാസം ലഭ്യമാകാൻ കാരണമാകും. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ആനന്ദം കടന്നു വരും. ഹല്ലേലൂയ. അത് സങ്കീർത്തനക്കാരനിവിടെ പ്രകടമാക്കുക. ഹല്ലേലൂയ. ആരാധന വളരെ ആരോഗ്യവും സ്നേഹവും നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെല്ലാം വിവിധമായ മാരകമായ രോഗ പ്രതിസന്ധികളുടെ കടന്നു പോകുന്നവരാണ്. എല്ലാവരും ഒരു ആശ്വാസവും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള ദൂത്, നിങ്ങൾ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ആ മോഹം ഉദിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിത്തരും. നമുക്കറിയാം, മനുഷ്യന് രോഗം വന്നാൽ ആ രോഗത്തിന് വേണ്ടി പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലോടുക, ഡോക്ടർമാരെ കാണുക, വിദഗ്ധ ചികിത്സയ്ക്കായിട്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ രോഗം വരുന്ന ആ രോഗത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആശുപത്രിയിൽ ചെന്ന് വിവിധമായി മരുന്ന് കഴിച്ചാലും ആ മരുന്ന് കൊണ്ട് മാറ്റം വരാതിരിക്കുമ്പോൾ ഡോക്ടർമാർ വരെ പറയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിവിധമായ രോഗത്താൽ ഭാരപ്പെട്ട് കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന സകല ജനത്തോടും പറയട്ടെ, ദൈവത്തെ സ്നേഹത്താൽ നിറയപ്പെട്ട സ്നേഹമുള്ള അതരങ്ങൾ കൊണ്ട്, സ്നേഹമുള്ള ഹൃദയം കൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഒരുങ്ങുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം ഒരു മാറ്റം തരാൻ ദൈവം വിശ്വസന. മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് ബലഹീനമാണ്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ബലഹീനമാണ്. അത് എപ്പോഴും പാപത്തിന് അധീനമായ ശരീരമാണ്. ബലഹീനമായ പാപത്തിന് അധീനമായ ശരീരത്തിൽ പാപത്തിൻ്റെ ആഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആ പാപത്തിലേക്ക് അറിയാതെയും അറിഞ്ഞും വഴിതെറ്റി പോകാറുണ്ട്. അങ്ങനെ പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ പാപം മുഖാന്തരം നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന വേദന, ആ ഹൃദയവേദന നമ്മളെ പിന്നീട് മാരകമായ രോഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ഭവനത്തിലുണ്ടാകുന്ന പ്രശ്നമായിരുന്നാലും നമ്മളായിരിക്കുന്ന മേഖലയിൽ ജോലി കാര്യങ്ങളൊക്കെ വിവിധ സാഹചര്യങ്ങളോട് ഉണ്ടാകുന്ന പാപങ്ങൾ അത് നമ്മെ രോഗിയാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കും തോറും നമ്മൾ ബലം പ്രാപിക്കും. ആരാധിക്കും തോറും നാം ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ കടന്നുപോയി. ആ ഭവനത്തിൽ കടന്ന് വളരെ പ്രതിസന്ധികൾ നിറയപ്പെട്ട, പ്രശ്നങ്ങൾ നിറയപ്പെട്ട വീടാണ്. ഹല്ലേലൂയ. ഞാനതൊന്നും അറിഞ്ഞിട്ടല്ല ചെന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് വിശ്രമിച്ചു, അവരുമായിട്ട് സംസാരിച്ചു, സുവിശേഷമൊക്കെ പറഞ്ഞു, സ്നേഹങ്ങളൊക്കെ പങ്കിട്ടു. ഒക്കെ പോരാ നേരത്ത് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ഒരു പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ചാരാധിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ശക്തമായ ദൂതുകൾ ഞാൻ ആ ഭവനത്തിൽ കൈമാറി, വ്യക്തികൾക്ക് വേണ്ടി കൈമാറി. അവിടെ ഉണ്ടായിരുന്ന കുടുംബത്തിലുണ്ടായിരുന്ന ചിലരുണ്ട്, അവരോടൊക്കെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത്, പാസ്റ്റർ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, അത്രമാത്രം മാനസികമായി തകർന്നിരിക്കുന്നു, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അവർ വീണ്ടും നിലവിളിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, നമുക്ക് ശക്തി പകരുവാൻ ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ നിയമമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പലവിധമായ കഷ്ടതയിലൂടെ, ഞെരുക്കത്തിലൂടെ, സങ്കടത്തിലൂടെ, വേദനയുടെ, മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി പൗലോസ്. അങ്ങനെ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ ചെന്നു.
അവിടെയും തനിക്ക് നേരിടുവാനുള്ളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കും. പൗലോസ് പറഞ്ഞു, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുവെന്ന് ഫിലിപ്പിലേഖനം 4:4 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവത്തിൽ സന്തോഷിപ്പാൻ കഴിയണം. പലപ്പോഴും നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നാം പിറുവിറുക്കുന്നവനായി മാറും. നാം ദൈവത്തെ കുറ്റം പറയും. പിറുവിറുക്കും തോറും അത് മുഖാന്തരം നമുക്ക് വീണ്ടും ആ രോഗങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, സഹോദര സഹോദരി, നിൻ്റെ ശരീരം ബലഹീനമാകുമ്പോൾ, നിൻ്റെ ജീവിതം ബലഹീനമാകുമ്പോൾ, നിൻ്റെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ബലഹീനതയുടെ അനുഭവം കടന്നു വരും, ഞെരുക്കം കടന്നു വരുമ്പോൾ, ആമേൻ, നീ ദൈവത്തിനെ പ്രാർത്ഥിക്കാനിരിക്കുന്നെങ്കിൽ ആമേൻ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സംഗീതക്കാരനായിരിക്കുന്ന ദാവീദും അനവധി കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ സംഗീതക്കാരൻ പറയുകയാണ്, എൻ്റെയുള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നുവെന്ന്. എൻ്റെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കാനുള്ള ആഹ്വാനം തരുന്നത്. കണ്ടോ, ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. തൻ്റെ ശരീരമാസുകലം തന്നെ ആമേൻ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ കാണുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള മഹത്വമേറിയ ആ അനുഭവം. എന്നെ കേൾക്കുന്നവരെ, സാധാരണഗതിയിൽ പല രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ സ്നേഹം വെളിപ്പെടാം. നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ച് അതിനോട് സന്തോഷം കുശലങ്ങൾ പറയും. നിങ്ങളൊരു അധികാരികളെ കാണുമ്പോൾ അവരെ വളരെ ബഹുമാനത്തോടെ നിങ്ങൾ അവർക്ക് ഗുഡ് മോർണിംഗ് പറയും. നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് കൈ കൊടുത്ത് ഷെയ്ക്കിൻ്റെ ഒക്കെ പറയും. നിങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് വിവിധമായ നിലയിൽ ആ സ്നേഹബന്ധങ്ങൾ പുതുക്കും. അങ്ങനെ നമ്മൾ എല്ലാ നിലയിലും സ്നേഹബന്ധങ്ങൾ പുതുക്കി നാം മറ്റുള്ളവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മെ നിർമ്മിച്ചവനായ, നമ്മെ ഉണ്ടാക്കിയവനായ, നമ്മെ സൃഷ്ടിച്ചവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ആദരങ്ങൾ തുറന്ന് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളറിയാത്ത സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം പകരും. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതം സമാധാനമില്ലാത്ത അനുഭവമാണ്. എവിടെയാണ് സമാധാനമുള്ളത്? ഏത് ഭവനത്തിലാണ് സമാധാനമുള്ളത്? എല്ലാവരും ദുഃഖത്തിൻ്റെ കരുതലിലാണ്. ഞാനിപ്പോൾ ഈ കടപ്പുറത്ത് വന്നപ്പോൾ ചില സഹോദരന്മാരോട് സംസാരിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത്, സാർ എവിടുന്ന് വന്നതാണ്, സാറിൻ്റെ ജോലി എന്താണ്? ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളിത് ജോലിയില്ലായിരുന്നു, ഞങ്ങളൊരു സ്മോളൊക്കെ അടിച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, പക്ഷെ അത് അമിതമാകരുത്, അധികമാകരുത്. അത് മുഖാന്തരം സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടരുത്, സഹോദര ബന്ധങ്ങൾ നഷ്ടപ്പെടരുത്, കുടുംബജീവിതം പരാജയപ്പെടരുത്, കുടുംബത്തിനകത്ത് കണ്ണുനീര് വരരുത്. അങ്ങനെയൊന്നുമില്ല സാറേ, ഞങ്ങൾ എല്ലാം അപ്പോൾ തന്നെ എല്ലാം ഞങ്ങളിപ്പോൾ അതിൻ്റെ ക്ലോസ് ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞു, നല്ലതാണ്, പക്ഷെ നമുക്കത് ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവരെന്നോട് സംസാരിച്ചപ്പോഴാണ് ചിലരുടെ ഹൃദയവേദനകളൊക്കെ അവർ പറയുന്നത്. കാരണം പണിയില്ലാതെ ഒരു ദിവസം കിട്ടിയപ്പോൾ എല്ലാവരും വന്നവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഹൃദയത്തിൻ്റെ വേദനകളൊക്കെ പങ്കിട്ട് അപ്പോഴാണ് എൻ്റെ വരവ്. എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിതരെ, അങ്ങനെ സങ്കടങ്ങളാൽ നിറയപ്പെട്ട എത്ര കുടുംബങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ ക്ലേശങ്ങളും ദൈവം മാറ്റിത്തരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ആശ്ചര്യമായിട്ടല്ലെങ്കിൽ ഒരു തമാശ പോലെയൊക്കെ തോന്നിയേക്കാം. തമാശയല്ല കേട്ടോ. ദൈവത്തെ സ്തുതിക്കും തോറും നമുക്ക് ദൈവിക സന്തോഷം പകരും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തെ വചനം പറയുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ വാതിക്കൽ കാവൽക്കാരനായിരിക്കും എനിക്ക് ഏറെ ഇഷ്ടമെന്ന് സങ്കീർത്തനക്കാരൻ വീണ്ടും 84 പറയുക. അത് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി, കുടുംബത്തിനകത്ത് നീതി വെളിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കഷ്ടനഷ്ട ദുഃഖവേദന കടന്നു പോകുന്ന സകല ജനത്തിന് ആശ്വാസ സമാധാനം കൊടുക്കണമേ. സകല മേലും നീതി വെളിപ്പെടണം, സങ്കടങ്ങൾ വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.